ഏറ്റവും വണ്ടി കിടക്കല്ലേ ബ്രോദിക്കാതൊന്നുമില്ല. നീ കുറച്ച് ബാഗ് എടുത്ത് കൊടുക്കും. ഏതോമാരത് അവന് വേഗോട്ട് എടുത്തൂടെ? അത് വല്ല സാറുമാരെ വണ്ടിയായിരിക്കും. നീ ഒന്ന് പിന്നോട്ട് എടുക്കും. അത് പണി മേടിച്ച് വെക്കണ്ട. ഒതുക്കാൻ പറ്റില്ല. പുറത്തെടുക്ക വണ്ടി പിന്നോട്ട് എടുക്കാൻ കൈ കിടക്കണത്. അതെ, റേഞ്ചില്ലായിരുന്നതാ. ചൂടാവല്ലേ? ഇപ്പൊ സമാധാനായില്ലേ? അല്ല, ഇതെങ്ങനെ പോസിറ്റീവായിരുന്നെങ്കിൽ നമ്മുടെ ബന്ധം വേറെന്തൊക്കെയായനെ അല്ലേ? ശരി. ഇതെന്താടെ പിടിച്ചിട്ട് നിൽക്കുന്നത്? കൂരയല്ലേ ഇത്? സംഭവം കൂരയാണെങ്കിലും നല്ല മുന്തിയനാ. എന്ത് പണിയാണ് കാണിച്ചത്? എനിക്കറിയാൻ പാടില്ല. ഷെഡ്യൂൾ 1 ഈ കൂരമാൻ പിടിച്ച 6-7 വർഷം അകത്താ. ഇതിങ്ങനെ ആധാർ കാർഡൊന്നുമില്ല. കാർഡനൊക്കെ കണ്ട് കുട്ടിക്കുന്ന വഴിയിൽ വീഴണതല്ലേ? എന്താ? അതൊന്നും സാറില്ല സാറേ. എന്നെ കൊണ്ടുപോയി പൊരിക്കേ എന്ന് പറഞ്ഞിട്ട് കിടക്കണ കിടപ്പ് വേണ്ട. അതൊന്നേ വായി നോക്കി നിൽക്കാതെ നീ ആ ഗ്രില്ല് തെറ്റി ചായപ്പി കാണും. നീ എന്ത് കഥ എടുക്ക? ഇത് പ്രശ്നമാവോ? നമ്മുടെ സല്ലുപോയി വരെ പെട്ടാണ്ടോ? വെട്ടിയ മുറിയോടാ. അപ്പം നാടൻ മുറിച്ചതിന് തുടങ്ങാല്ലേ?
എൻ്റെ ഇക്ക ഇങ്ങനെ വല്ല ആവശ്യമുണ്ടാ അത് ഈ അവസ്ഥയിൽ? ദിവസവും ഈ മരുന്നും കഞ്ഞി ന്യൂസ് ചാനലൊക്കെ അല്ലടാ വീട്ടില്. മരുന്നിന് തന്നെ വേണം ഒരു കുത്തി നോട്ട്. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള കുരുത്തക്കരകളൊക്കെ ഒപ്പിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിച്ചിരിക്കണമെന്ന് തോന്നുന്നത്. നീ എണ്ണ എടുത്തേ. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടൂടെ? GPay അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചിട്ട് വേണേ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂട്ടി വീഡിയോ ആൾക്കാർ സഹായിക്കൂലേ? അതല്ലിപ്പോൾ ട്രെൻഡ്. സക്കാത്ത് വാങ്ങുന്നതിനുള്ള യോഗ്യതകളെ കുറിച്ച് കടുത്ത നിയമങ്ങളുണ്ടാ ഞങ്ങളുടെ കിതാബിൽ. അത് തെറ്റിച്ചാലേ കുറ്റവും. അപ്പം ഇത് കുറ്റമല്ലല്ലേ? നിയമങ്ങൾ പല കിതാബിലും പലതരടാ. അവസാനം നിയമങ്ങൾ മാത്രമേ ഉണ്ടാവും, മനുഷ്യന്മാരുണ്ടാവില്ല.